സായി ഇപ്പം സോഷ്യൽ മീഡിയ പ്രത്യേകിച്ച് ഗൾഫിലെ ഇപ്പോൾ ടിക്ടോക്ക് ആയാലും ഇൻസ്റ്റാഗ്രാം ആയാലും നിങ്ങളെപ്പോലുള്ള ഒരു റിയൽ എസ്റ്റേറ്റ് ഏജൻസിൻ്റെ ഭയങ്കര കളിയാണ്. എന്താ അതിനുള്ള കാരണം എന്താ? നിങ്ങൾക്ക് പൈസ കൂടുതൽ കിട്ടുന്നതുകൊണ്ടാണോ? അല്ല, പൈസ ഇപ്പം റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു വേൾഡിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ഇൻഡസ്ട്രിയാണ്. അതിൽ ദുബായ് എന്ന് പറയുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ്. കാരണം ഇപ്പോൾ ഗ്ലോബൽ ബബിൾ ഇൻഡെക്സ് എടുത്താൽ ദുബായ് വളരെ താഴെയാണ്. ഏറ്റവും സേഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു പ്ലേസ് ആണ് ദുബായ് എന്ന് പറയുന്നത്. പിന്നെ ജിയോഗ്രാഫിക്കലി നോക്കുവാണെങ്കിലും ദുബായിലേക്ക് എല്ലാ ആളുകൾക്കും വന്ന് കയറാനും അതുപോലെ സേഫായിട്ടും ലക്ഷൂസ് ആയിട്ടും ജീവിക്കാനും പറ്റും. ഞാൻ എന്തുകൊണ്ട് സായിനെ ട്രസ്റ്റ് ചെയ്യണം? എന്താ അതിൻ്റെ ഒരു ക്രെഡിബിലിറ്റി എന്താണ്? അതാണ് ഞാൻ ചോദിക്കുന്നത്. നാളെ ഈ പ്രോപ്പർട്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ആൾ അവിടെ ഇല്ലെങ്കിൽ നമുക്ക് നാളെ റെൻ്റ് ഔട്ട് ചെയ്യണം, ഓക്കെ, റീസെയിൽ ചെയ്യണം. വാങ്ങുന്ന സമയം മുതൽ ഒരു ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു കൺസൾട്ടൻറ്റിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്ക് റേറ കാർഡ് എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ് നമുക്ക് ഇതുപോലൊരു കാർഡ് നമുക്ക് ഗവൺമെൻറ് ഇഷ്യൂ ചെയ്ത് തരുന്നുണ്ട്. ഇത് നമുക്ക് റിയൽ എസ്റ്റേറ്റ് റെഗുലേഷനാണ് ഈ കാർഡ് എന്ന് പറയുന്നത്. ഇത് ആർക്കും അങ്ങനെ ഉടായ്പിൽ ഉണ്ടാക്കാൻ പറ്റില്ല. അത് നിങ്ങൾക്ക് എക്സാം ഒക്കെ എഴുതണം. എക്സാം എഴുതി പാസ്സായി നമുക്ക് വേണ്ട സർട്ടിഫിക്കേഷൻസും ഒരു പ്രോപ്പർ കമ്പനി ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നമുക്ക് കിട്ടുള്ളൂ.